പെബിൾസ് മലയാളം. ഇന്ന് നമുക്ക് നിറങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇത് ചുവപ്പ് കളറാണ്. ചുവപ്പ് കളറിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? റെഡ് എന്നാണ് പറയുന്നത്. ചുവപ്പ് നിറത്തിൽ എന്തെല്ലാം ഉണ്ട്? ആപ്പിള് ചുവപ്പ് നിറത്തിലാണ്. അതുപോലെ തക്കാളി ചുവപ്പ് നിറത്തിലാണ്. ഫയർ എഞ്ചിൻ ചുവപ്പ് നിറത്തിലാണ്. റോസാപ്പൂവ് ചുവപ്പ് നിറത്തിലാണ്. അടുത്തത് നീല നിറം. ഇംഗ്ലീഷിൽ ബ്ലൂ എന്ന് പറയും. നീല നിറത്തിലുള്ളത് ആകാശം. സമുദ്രം നീല നിറത്തിലാണ്. ബ്ലൂബെറി പഴം നീല കളറിലാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ജീൻസിന് നീല നിറമാണ്. അടുത്തത് പച്ച കളറാണ്. ഇംഗ്ലീഷിൽ ഗ്രീൻ എന്ന് പറയും. പച്ച നിറത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ പറ്റും? പുല്ല് പച്ച നിറത്തിലാണ്. തവള പച്ച നിറത്തിലാണ്. ബീൻസും പച്ച നിറത്തിലാണ്. തത്തയും പച്ച നിറത്തിലാണ്. ഓറഞ്ച് കളറാണ് അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓറഞ്ച് നിറത്തിൽ എന്തെല്ലാം കാണാം നമുക്ക്? പംകിൻ അഥവാ മത്തൻ. അതുപോലെ നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റ് ബോൾ ഓറഞ്ച് നിറത്തിലാണ്. നമ്മൾ ദിവസവും കഴിക്കുന്ന ക്യാരറ്റ് ഓറഞ്ച് നിറത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടായ ഓറഞ്ച്, അതും ഓറഞ്ച് നിറത്തിലാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് മഞ്ഞ കളറാണ്. മഞ്ഞയ്ക്ക് യെല്ലോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മഞ്ഞ നിറത്തിൽ നമ്മൾ എന്തെല്ലാം കാണാറുണ്ട്? സൂര്യൻ മഞ്ഞ നിറത്തിലാണ്. അടുത്തത് ചീസ് അഥവാ പാൽക്കട്ടി, അതും മഞ്ഞ നിറത്തിലാണ്. ബനാന അഥവാ പഴം, അതും മഞ്ഞ നിറത്തിലാണ്. സൺഫ്ലവർ അഥവാ സൂര്യകാന്തി, ഇതും നമുക്ക് മഞ്ഞ നിറത്തിലാണ് കാണാൻ കഴിയുക. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ബ്രൗൺ കളറാണ്. ബ്രൗൺ കളറിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും? വയലിന് ബ്രൗൺ കളറാണ്. അതുപോലെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്, അതും ബ്രൗൺ കളറിലാണ്. കരടിക്കും ബ്രൗൺ കളറാണ്. അതുപോലെ നമ്മളെല്ലാവരും കഴിക്കുന്ന കോഫി പൗഡർ, നമ്മൾ കോഫി ഉണ്ടാക്കി കഴിക്കുന്ന കോഫി പൗഡറും ബ്രൗൺ കളറിലാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് അഥവാ കറുപ്പ് നിറം. കറുപ്പ് നിറത്തിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും? നമ്മുടെ മുടിക്ക് കറുപ്പ് നിറമാണ് അല്ലേ? അതുപോലെ സൺഗ്ലാസ് കറുപ്പ് നിറത്തിലാണ്. നമ്മൾ നിത്യം കാണുന്ന ഒരു പക്ഷിയായ കാക്ക കറുപ്പ് നിറത്തിലല്ലേ? അതുപോലെ ടയറും കറുപ്പ് നിറത്തിലാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് വൈറ്റ് കളറാണ്, അഥവാ വെളുപ്പ് എന്ന് നമ്മൾ പറയും. വെളുപ്പ് നിറത്തിൽ നമുക്ക് പാല് കാണാം അല്ലേ? അതുപോലെ മേഘവും വെളുപ്പ് നിറത്തിലാണ് നമ്മൾ കാണുന്നത്. മുട്ടയും വെളുപ്പ് നിറത്തിലാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മൃഗത്തെ കാണാറുണ്ട്. അതാണ് പോളാർ ബിയർ അഥവാ മഞ്ഞ് കരടി.